ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എസ്പെഷ്യലി പ്രവാസ ലോകത്ത് നിന്നും റിക്വസ്റ്റ് വന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഹോണർ 400 ലൈറ്റ്. സംഭവം കുറേ ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഈ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് 500 ലൈറ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എവിടെയോ ഒരു കണ്ടു മറന്ന ഒരു മുഖപരിചയം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നില്ലേ. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി ലഭിക്കുന്നതാണ്. എനിവേ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് വരുന്നുണ്ട്. 35 വാട്ടിൻ്റെ ഹോണർ സൂപ്പർ ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിൾ. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വെൽവെറ്റ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ വെൽവെറ്റ് ബ്ലാക്കിലും മാർസ് ഗ്രീനിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിലും അതുപോലെ തന്നെ ബോഡി ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സ്മഡ്ജസോ കാര്യങ്ങളൊന്നും വരില്ല. ഒരു 2 ലെയർ ആയിട്ടുള്ള നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളും വരുന്നുണ്ട്. 7.3 mm ബോഡി തിക്നെസ്സും 171 gram ആണ് ബോഡി വെയിറ്റ് വരുന്നത്. അതായത് അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണെന്ന് പറയാം. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും. അതുപോലെ തന്നെ ഈ ഒരു താഴ്വശത്തായിട്ട് നമുക്കൊരു ക്യാമറ ബട്ടൺ കൂടി കാണാൻ സാധിക്കും. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ IP65 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് 394 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതുപോലെ 3500 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 3840 ഹെഡ്സിൻ്റെ PWM ഡിമ്മിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് താരതമ്യേന ഫ്ലിക്കറിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു ക്വാളിറ്റി കൂടി ഈ ഒരു ഡിസ്പ്ലേയിൽ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ആസ്വദിക്കാൻ കൂടി സാധിക്കുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. MediaTek Dimensity 7025 Ultra എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ്. പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ നമ്മളൊരു സാധാരണ യൂസർ ആണെങ്കിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളാലും കൂടി ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 40 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ നമുക്കിതിൽ ലഭിക്കുന്നില്ലെങ്കിലും നമ്മളൊരു സാധാരണ ഒരു ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഗെയിം കളിക്കുന്നവർക്ക് നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിങ്ങിൻ്റെ സൈഡിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 മെമ്മറി വേരിയൻസിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നതെങ്കിലും 8GB 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണ് ഇത് ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. ഇതുകൂടാതെ ചില രാജ്യങ്ങളിൽ 12GB 256GB അവൈലബിൾ ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് മാജിക് OS 9 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ ഒരു GCC റീജിയനിൽ. ചില റീജിയനിലൊക്കെ 6 വർഷത്തെ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓണർ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ടേഴ്സും ആഡ്വേഴ്സൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. വേണ്ടാത്തതൊക്കെ നമുക്കിതിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കാര്യങ്ങളുണ്ട്. ഗൂഗിൾ ജെമിനി ഉൾപ്പെടെയുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മാജിക് പോർട്ടൽ, ട്രാൻസ്ക്രൈബ്, ട്രാൻസ്ലേറ്റ്, ഫോട്ടോ എഡിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിവൈസിനെ തന്നെ 2 ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന തരത്തിലുള്ള പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഫീച്ചർ കൂടി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5230 mAh ബാറ്ററിയും അതുപോലെ തന്നെ 35 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും ഏകദേശം ഒരു ദിവസത്തിനടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സംഭവം സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡിയാണ് ആ ഒരു സ്പീക്കർ ക്വാളിറ്റി എന്ന് പറയുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഹോണർ സ്മാർട്ട് ഫോണിലും ആ ഒരു ക്യാമറ ബട്ടൺ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ സൂം ഇൻ സൂം ഔട്ട് ഒക്കെ നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ബട്ടൺ നമ്മളെ സഹായിക്കുന്നതാണ്. സംഭവം കൊള്ളാം അല്ലേ. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എസ്പെഷ്യലി നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ചില ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഒരു ഹ്യൂമൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് നമുക്ക് മിക്ക ഫോട്ടോസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. വിത്ത് നമുക്കിതിലൊരു ഫ്ലാഷ് ലൈറ്റ് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ചില ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ചില ഫോട്ടോസിലൊക്കെ നമുക്കൊരു ഇത്തിരി സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡീറ്റെയിൽസിൻ്റെ കുറവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേ ലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് ഫോട്ടോഗ്രാഫി വൈസ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നതിലും നല്ല നിങ്ങളത് നേരിട്ട് തന്നെ കാണുന്നത് തന്നെയാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റിയുടെ കാര്യമാണെങ്കിലും വീഡിയോ ക്വാളിറ്റിയുടെ കാര്യമാണെങ്കിലും HDR പെർഫോമൻസിൻ്റെ ഒക്കെ ഒരു കാര്യമാണെങ്കിൽ തന്നെ ഒരു എബോവ് ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഒരു എബോവ് ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. 400 ലൈറ്റിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256GB 899 ഖത്തറിയാണ്. ഏകദേശം ഇന്ത്യയുടെ 21,000 രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ വരുന്നത്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുക ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നിങ്ങളൊരു ഹോണർ സ്മാർട്ട് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് നമുക്ക് കാണാം. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് 4K വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.